വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ഏട്ടാ 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 ചെവിയാക്കും കോണക്കും തെറ്റിച്ചു. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്ത് വലിയ കുഴപ്പമില്ല. ഇവിടെ ഇല്ലപ്പ. വീട് വൃത്തിയാക്കിയ വകയിലേ അമ്മമാർക്കത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത്? മറ്റതേ പോരാ. ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളൂ. അപ്പൊ പറങ്ങടി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, 2 സഹോദരിമാര്, അവരുടെ കുട്ടികൾ. ലക്ഷങ്ങൾ എനിക്ക് സമ്പാദ്യമുണ്ട്. പക്ഷേ കടവിട്ടാണെന്ന് മാത്രം. 7 പേരുള്ള കുടുംബത്തിലുള്ളവരെ പട്ടിണി കിടാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എനിക്ക് കച്ചവടം. ഹലോ, ഈ കൊടുക്കണ്ട ആട്ടവിന് കൊടുക്കണ്ടോന്ന്. പിന്നെ ഇവന്റെ മുഖം കണ്ട അറിയാൻ പാടില്ല ഇവനൊരു അടവുകാരനാണ്. കാര്യമായിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെങ്ങന്മാരുടെ 2 പേരുടെ കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. ഒറ്റയ്ക്ക്. എങ്ങനെ ഒത്തിട്ടെന്ന് അറിയാൻ പാടില്ല. 2 അളിയന്മാരും വേസ്റ്റ്. പക്ഷെ പിള്ളേരുണ്ടാക്കുന്ന കാര്യത്തില് 2 ആളും. കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ഡേറ്റിന് പേര്. പിറ്റേ വർഷം അതേ ഡേറ്റിന് പിന്നെ പേറ്റ് ചെലവിന് കാശുണ്ടാക്കി എന്റെ തന്തല്ലൊടിഞ്ഞ്. ഇപ്പൊ 2 ആളുടെയും ഒരു അഡ്രസ്. ചോദിച്ചു പിന്നെ ചിലപ്പോ ആലോചിക്കും, ചെതല് നിന്നുകൊണ്ട ശരീരം ജീവിച്ചിരിക്കുമ്പോ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമാവുമെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമല്ലേ. മേലെ ആകാശം താഴെ ഭൂമി. ഇന്നിവിടെ ആണെങ്കിൽ നാളെ മറ്റൊരു. അങ്ങനെ കാറ്റത്തിട്ട പോലുള്ളൊരു ജീവിതം. അതാണ് വെങ്കടി. ഒഴിക്കട്ടെ. ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടത് നന്നായി. എന്തൊരു ബഹളായിരുന്നു. നാളെ ഐശ്വര്യമായിട്ട് കച്ചവടത്തിന് ഇറങ്ങേണ്ടതല്ലേ, പുതിയ വണ്ടിയൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞ വെങ്കടിയെ ഞാൻ ഇപ്പഴാ ശരിക്കൊന്ന് കാണുന്നു. സുന്ദരനാട്ടോ. നിനക്ക് സൗന്ദര്യത്തിന് എന്താ ഒരു കുറവ്? എനിക്കെന്താ സൗന്ദര്യം? കണ്ണാടിയിലേക്കാണ് നോക്കിയാ കണ്ണാടി കുത്തി പൊട്ടിക്കാൻ തോന്നും. ഒരു കാര്യമില്ല, പുതിയത് വാങ്ങിയാലും പിന്നെയും നോക്കണത് ഞാനല്ലേ. വല്ലാത്തൊരു മുഖമാണ് എന്റെ മുഖം. നമ്മൾ സ്വയം നിന്ദിക്കാൻ പാടില്ല. നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കണം. അപ്പൊ നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കും. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ നിന്നെ എന്റെ കൂടെ കൂട്ടിയത്. ശരിക്കും അത് മതി എനിക്ക്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലേ ഈ ഭൂമിയില്. ഞാനുണ്ടാ, നീ ധൈര്യമായിട്ടിരിക്കും. സമാധാന എനിക്ക്. എന്റെ എന്ത് കഥ? ഞാനൊരു കഥയില്ലാത്തവനാന്നാ എല്ലാവരും പറയുന്നത്. നീ പറ, ബാക്കി പറ. സമയം കുറെ വന്ന് കിടക്ക്. ഞാൻ കിടന്നോ. നാട് വിട്ടു പോരാനുള്ള കാരണമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നെ. ഇവിടെ വന്ന് കയ്യിൽ കാശില്ലാണ്ടായപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് പളനിയപ്പനെ കാണുന്നത്. മൂപ്പരെന്നെ കൂടെ കൂട്ടിയതും. എന്നെ കണ്ടപ്പോഴേ മൂപ്പർക്ക് ഒരു കോമാളിമാര് തോന്നിത്തറേ. എന്താ കാര്യമൊന്നുമില്ല, എന്നാലും അങ്ങനെ കഴിയണമെന്ന് മാത്രം. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങാൻ. അതിനൊരു നല്ല പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.
എന്ത് പേര്? ഊർമിള ആട്ടസംഘം. ആരറിയൂ ഊർമിള? കിടക്കാം.